ഹായ് ഫ്രണ്ട്സ്, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ പാലും കടലയും വെച്ച് വായിൽ അലിഞ്ഞു പോകുന്ന കിടിലൻ രുചിയുള്ള ഒരു സൂപ്പർ റെസിപ്പി തയ്യാറാക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 1 കപ്പ് കടലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാല് കുറുകിപ്പോകും. അപ്പോൾ നമ്മുടെ കടല വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇത് വേവിക്കണമെന്ന് പറഞ്ഞത്. നമ്മൾ എടുക്കുന്ന പാല് അല്പം കട്ടിയുള്ള പാലായിരുന്നാൽ നമ്മുടെ ഈ റെസിപ്പി കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കുമ്പോൾ കട്ടിയുള്ള പാലെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കടലയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാനായി വച്ചിരുന്ന പാലും കടലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം വേണം മിക്സി ജാറിലേക്ക് മാറ്റേണ്ടത്. ഇനി ഈ കൂട്ട് നമുക്ക് അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുക്കാം. അരച്ചെടുക്കാൻ പാകത്തിന് ഏകദേശം 1/2 കപ്പിന് താഴെ അളവിലാണ് ഞാനിതിലേക്ക് പാലൊഴിച്ചു കൊടുത്തത്. എന്നിട്ട് നമുക്കിത് നന്നായി അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കുന്നതിന് മുന്നായി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 10-15 അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ടിട്ട് അല്പം കൂടി പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മിക്സി ജാറിലേക്ക് ടോട്ടലായി 1 കപ്പ് പാലാണ് ചേർത്തത്. നേരത്തെ കടല വേവിക്കാനായി 1 കപ്പ് പാലെടുത്തിരുന്നു. അങ്ങനെ ഈ റെസിപ്പി തയ്യാറാക്കാൻ ആകെ 2 കപ്പ് പാലാണ് വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മളിതാ പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കൂട്ട് അല്പം ലൂസായിരുന്നാലും കുഴപ്പമില്ല. നമ്മളിനി ഇത് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കൂട്ട് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ നെയ്യും കടലയുടെ മിക്സും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കരയുടെ പൊടി ഇല്ലെങ്കിൽ ശർക്കര അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അലിയിക്കുമ്പോൾ അല്പം വെള്ളം മാത്രം ഒഴിച്ച് അലിയിച്ച് ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കണം. മണ്ണോ പൊടിയോ ഒന്നുമില്ലാതെ അരിച്ചൊഴിച്ചു കൊടുക്കേണ്ടതാണ്. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കേണ്ടത്. ശർക്കര ചേർക്കുമ്പോൾ തന്നെ ഈ റെസിപ്പി അല്പം ലൂസായി വരും. കണ്ടിന്യൂസായി ഇളക്കി നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആകെ ഈ റെസിപ്പിക്ക് വേണ്ടി 5 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത ശർക്കരയുടെ അളവും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അധിക നേരം ഒന്നും ആവില്ല. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിപ്പി പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ബേക്കറി സ്റ്റൈലിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാൻ പറ്റും. കുട്ടികൾ കൊതിയോടെ ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും. അതുപോലെ ഇത് കുട്ടികൾക്ക് നല്ല ഹെൽത്തിയുമാണ്. ഈ റെസിപ്പി പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ആകെ 5 സ്പൂൺ നെയ്യാണ് നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെസിപ്പി ചൂടോടെ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഈ റെസിപ്പി ഒരു ഷേപ്പിലേക്ക് മാറ്റുന്നതിനായി ഞാനൊരു പാത്രത്തിലേക്ക് നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പി തണുക്കാനായി വയ്ക്കാം. നമ്മുടെ ഈ റെസിപ്പി ഈ പാത്രത്തിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാം. തണുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റായ നല്ല അടിപൊളി കിടിലൻ റെസിപ്പിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.